ഇതാണ് പോക്കോ F6. നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോക്കോ F6. കാരണം സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസറുമായിട്ട് വരുന്ന ഫോൺ ഇത് ഗംഭീര പെർഫോമൻസ്, ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് കേട്ടോ സ്നാപ്ഡ്രാഗൺ 8s Gen 3 വെച്ചുകൊണ്ട് വരുന്ന ഫസ്റ്റ് സ്മാർട്ട് ഫോൺ. സോ പെർഫോമൻസ് നോക്കി ഈ ഒരു ഫോണിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് എങ്ങനെയുണ്ട് വിശദമായിട്ട് പറയാം. പോക്കോ F6 ഒരു 40 രൂപ താഴെ ആ ഒരു റേഞ്ച് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സ്പെക്ക് വെച്ചുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. ബട്ട് നമുക്ക് പോക്കോയുടെ ഒരു മാജിക്കലായ പ്രൈസിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. സോ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8s Gen 3 വെച്ചുകൊണ്ടുള്ള ഫോണിന്റെ ആൻറ്റുറ്റു സ്കോർ എന്നൊക്കെ പറയുന്നത് 1.5 മില്യൺ ആണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം കിഡിലൻ സെറ്റപ്പ് ആണ്. ഗെയിം കളി പോലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വിഷയം ഉണ്ടാവില്ല. അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ ഗീക്ക് ബെഞ്ച് സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയാലും 2K റേഞ്ചിൽ തന്നെ സിംഗിൾ കോർ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതും അത്യാവശ്യം നല്ലൊരു റേഞ്ച് ഉള്ള ഒരു സെറ്റപ്പ് ആണ് ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കുമ്പോൾ. BGMI ഒക്കെ നമുക്ക് സ്മൂത്ത് എക്സ്ട്രീമിലൊക്കെ കളിക്കാം. ഞാൻ ഇവിടെ 2-3 ഗെയിമുകളൊക്കെ ഇതിൽ കളിച്ച് കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കുക. 90% ഒരു പെർഫോമൻസ് ബൂസ്റ്റ് ആണ് കമ്പനി ഈ ഒരു ചിപ്സെറ്റിൽ പറയുന്നത്, കോൾകോം പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ 60% പവർ എഫിഷ്യൻസി ആണ്. ഇത് ജസ്റ്റ് ഗെയിമിങ്ങിന് മാത്രമല്ല കേട്ടോ. ഇതിനകത്ത് ഈ ഒരു പവർ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ AI പരമായ ഒരുപാട് ഫീച്ചറുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഓൺ ഡിവൈസ് AI ഫീച്ചറുകളാണ് വരുന്നത്. സോ അപ്പോൾ അതിനൊക്കെ പവർ കൊടുക്കാൻ അതിന് തക്കതായ ഒരു ശേഷി വേണം, അത്രയും നല്ലൊരു പവർ മാനേജ്മെന്റ് വേണം. അപ്പോൾ അതിനൊക്കെ ഈ ഒരു പവർ എഫിഷ്യൻസിയിൽ ഇംപ്രൂവ്മെന്റ് ആവശ്യമാണ്. അത് 60% ലെവലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ജനറേഷൻ 3 പ്രോസറുകളൊക്കെ ഈ ഒരു കോൾകോം സെൻസിംഗ് ഹബ് എന്ന് പറയുന്ന ഒരു സംവിധാനമായിട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ഫീച്ചറുകളൊക്കെ വർക്ക് ചെയ്യാൻ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ അതൊക്കെ എസെൻഷ്യൽ ആണ്. അതായത് കോണ്ടെക്സ്റ്റ് അവയർനെസ്, പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വ്യക്തമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ടും ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ ഇത്തരത്തിലുള്ള കോൾകോമിൻ്റെതായ ഫീച്ചറുകൾ ആവശ്യമാണ്. അതെല്ലാം ഇതിനകത്ത് ഗംഭീരമായിട്ട് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് TSMC ചിപ്സെറ്റ് ആണ്, 4nm ചിപ്സെറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇന്ന് കിട്ടാവുന്ന ഇൻഡസ്ട്രിയിലെ ഏറ്റവും കുറഞ്ഞ nm പ്രോസസർ ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പവർ എഫിഷ്യന്റ് ആയ ഒരു സെറ്റപ്പ് ആണ്. ഇതിന്റെ GPU ആണെങ്കിൽ Adreno 735 ആണ്. സോ ഗെയിമിങ്ങിലും കാര്യങ്ങളും വിഷയമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ BGMI, Call of Duty, Asphalt 9 എല്ലാം കളിച്ച് കാണിക്കുന്നുണ്ട്. എല്ലാം തന്നെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു വിഷയമില്ല. പിന്നെ പെർഫോമൻസിൽ മാത്രമല്ല ഇതിന്റെ ക്യാമറയുടെ ഭാഗത്തും കാര്യമായ ഇംപ്രൂവ്മെന്റ് ഒരു കൊടുക്കുന്നുണ്ട്. അതായത് 8 Gen 3 കാണുന്ന ലെവലിലുള്ള ഒരു ISP സെറ്റപ്പും കാര്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. 18-bit ട്രിപ്പിൾ കോഗ്നേറ്റീവ് ISP ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ കോൾകോം ഹെക്സാഗൺ NPUവും വരുന്നുണ്ട് ഈ ഒരു ചിപ്സെറ്റിന്റെ ഭാഗമായിട്ട്. സോ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ചിപ്സെറ്റ് ഉള്ള ഫോണുകളുടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വളരെ ഈസി ആയിരിക്കും, വളരെ ഫാസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ അൺബോക്സിംഗ് വീഡിയോയിൽ എനിക്ക് പറയാൻ തരമുള്ളൂ വ്യക്തമായിട്ട്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അത് കൂടാതെ ഗെയിമിംഗിന്റെ ഭാഗത്ത് വരുമ്പോൾ കണക്ടിവിറ്റി അടിപൊളിയായിരിക്കണം എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ്. ആ മേഖലയിൽ ഇതിൽ വരുന്ന 5G മോഡം എന്ന് പറയുന്നത് AI എൻഹാൻസ്ഡ് സ്നാപ്ഡ്രാഗൺ X70 5G മോഡമാണ്. ഒരു വിഷയമില്ലാതെ ഡീസന്റ് ആയിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്കും കാര്യങ്ങളും കിട്ടും. ഈ ഒരു കണക്ടിവിറ്റിയുടെ ഭാഗത്ത് കോൾകോമിന്റെ ഫാസ്റ്റ് കണക്ട് 7800 വരുന്നുണ്ട്. ഒപ്പം തന്നെ ഡുവൽ സിം ഡുവൽ ആക്റ്റീവ്, രണ്ടും ഒരേ സമയം ആക്റ്റീവായി വെച്ചുകൊണ്ട് തന്നെ ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യും. കൂട്ടത്തിൽ എലവേറ്റർ മോഡ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് നെറ്റ്വർക്ക് പോവുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് നെറ്റ്വർക്കിലേക്ക് കയറാനും ഫാസ്റ്റ് ആയിട്ട് കണക്ട് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഇതിനുണ്ടായിരിക്കും. സോ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കണക്ടിവിറ്റിക്ക് ഒരു ഇഷ്യൂ ഇല്ലാത്ത വളരെ സ്മൂത്ത് ആയി ഗെയിമിംഗ് നമുക്ക് പോസിബിൾ ആവുന്നത്. അതായത് എക്സലന്റ് പെർഫോമൻസിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനിവാര്യമാണ്. പിന്നെ ഗെയിമിംഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഗെയിമിംഗ് വെറുതെ കളിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് സ്നാപ്ഡ്രാഗൺ എലൈറ്റ് ഗെയിമിംഗ് ഫീച്ചറുകളും പിന്നെ റേ ട്രേസിംഗ് പോലുള്ള ഹാർഡ്വെയർ ആക്സലറേറ്റഡ് റേ ട്രേസിംഗും കാര്യങ്ങളുമാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഒറിജിനലായിട്ട് നിങ്ങൾക്ക് റേ ട്രേസിംഗ് ആ ഒരു ലൈഫ് ലേക്ക് ആയിട്ടുള്ള റിഫ്ലക്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വിഷ്വലി ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊസസറിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള ഗെയിമുകൾ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്ന സാരം. ഇതൊക്കെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് 8s Gen 3 അവർ കൊണ്ടുവരുന്നത്. സ്നാപ്ഡ്രാഗൺ ടോട്ടലി സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഇംപ്രൂവ്മെന്റ് ആണ് നമുക്ക് 8s Gen 3 എന്ന പ്രോസസറിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കാണാൻ കഴിയുക. ഒപ്പം തന്നെ LPDDR5X റാമും UFS 4.0 സ്റ്റോറേജും ഈ ഒരു ഫോണിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. 5 നിന്നും 5X അപ്ഗ്രേഡ് ആണ്. എന്ന് വെച്ചാൽ ഇതിന് 3-4 ഗുണങ്ങളുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ആവുക, അതുപോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് ആപ്പ് സ്റ്റാർട്ട് ആവുക, ഗെയിമുകൾ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവുക, പിന്നെ ലാർജ് ഫയലുകൾ കോപ്പി ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കോപ്പി ആയി കിട്ടുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഈ ബെറ്റർ ആയ റാം സ്റ്റോറേജും വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഭാഗത്ത് കിട്ടുന്നുണ്ട്. അത് ഈ ഫോണിൽ സപ്പോർട്ടാണ്. സോ ഗെയിമിംഗിന്റെ ഭാഗത്തെ പെർഫോമൻസ് പറയുമ്പോൾ ത്രോട്ടലിംഗ് ടെസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ത്രോട്ടലിംഗ് ടെസ്റ്റിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ അപാകതകളൊന്നും ഇല്ലാത്ത നല്ല ത്രോട്ടലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിവൈസ് തരുന്നുണ്ട്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ക്യാമറയുടെ കൂടുതൽ വിശദമായിട്ടുള്ള സാമ്പിളുകളും കാര്യങ്ങളും ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോയിൽ കാണിക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ പ്രൊസസറിനെ കുറിച്ചും ഈ ഒരു പെർഫോമൻസിനെ കുറിച്ചും മാത്രമാണ് പറയുന്നത്. ഈ ഒരു പ്രൊസസറിന്റെ പ്രത്യേകത ഈ ഒരു പ്രൈസിൽ ക്യാമറയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുൾ HD 240 FPS വരെ നിങ്ങൾക്ക് സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു മേന്മയാണ്. ഇത് കൂടാതെ ഒരുപാട് AI ഡ്രിവൻ ആയിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളും കിട്ടും. അതായത് മാജിക് ഇറേസർ പോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ AI ഇമേജ് എക്സ്പാൻഷൻ, ഒരു ഇമേജിനെ നമ്മൾ ക്രോപ്പ് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഇല്ലായ്മയോ അല്ലെങ്കിൽ കട്ടായി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി തരുന്ന സംവിധാനം വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് സ്നാപ്ഡ്രാഗൺ സൈറ്റ് പോലുള്ള കാര്യങ്ങൾ ഈ പ്രോസസറിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. സോ പെട്ടെന്നുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഇമേജ് ആൻഡ് വീഡിയോ പ്രോസസിംഗും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് നടക്കും. പിന്നെ സ്നാപ്ഡ്രാഗണിന്റെ ലോ ലൈറ്റ് വിഷൻ പോലുള്ള കാര്യങ്ങൾ ഈ പ്രോസസറിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. സോ അത് നമുക്ക് ക്യാമറയിൽ ലോ ലൈറ്റ് പെർഫോമൻസിനെ കുറെ കൂടി ഇംപ്രൂവ് ചെയ്ത് കാണിക്കും. അതിന്റെ കാര്യങ്ങളും ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോയിൽ കൂടുതൽ ക്യാമറ സാമ്പിളുകൾ അടക്കം കാണിച്ചു തരാം. സോ മൊത്തത്തിൽ പോക്കോ F6 എന്ന ഫോൺ
ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസർ വരുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതായത് 8 Gen 3 കാണുന്ന പോലത്തെ ഒരു പ്രീമിയം ലെവലിലുള്ള ഒരുപാട് ഫീച്ചറുകൾ 8s Gen 3 എന്ന ഈ ഒരു പ്രോസസറിൽ വരുന്നുണ്ട്. ഓൺ ഡിവൈസ് AI കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 18-bit ട്രിപ്പിൾ കോഗ്നിറ്റീവ് ISPയും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈ ഡെഫിനിഷൻ സൗണ്ട്, സീംലെസ് കണക്ടിവിറ്റി, പിന്നെ റിയലിസ്റ്റിക് ആയ കുറെ കൂടി ലൈഫ് ലൈക്ക് എക്സ്പീരിയൻസ് ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ കിട്ടുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ 8s Gen 3 എന്ന ഈ പ്രോസസറിന്റെ ഭാഗത്ത് ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ മൊത്തത്തിൽ പോക്കോ F6 എന്ന ഫോൺ വരുമ്പോൾ ഏറെക്കുറെ ഒരു പക്ക പ്രീമിയം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ F6ന്റെ അൺബോക്സിംഗിന് വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ലോഞ്ചിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. 8s Gen 3 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളോട് ഉപയോഗിച്ച് നോക്കിയതിൽ നിന്നും ഗംഭീര ഇംപ്രസീവായ ഒരു പെർഫോമൻസും കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. സോ ആ 8s Gen 3 എന്ന പ്രോസസറിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാം. നിങ്ങൾക്ക് പോക്കോ F6ന് വേണ്ടി കാത്തിരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാം എന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. സോ എങ്ങനെയുണ്ട് 8s Gen 3 കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ? പോക്കോ F6ന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? 40,000 താഴെ ഒരു 35-40 ഇടയ്ക്കൊക്കെയാണ് പോക്കോ F6 ലോഞ്ച് ആക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലോഞ്ച് ആവുന്നതെങ്കിൽ ഒരു കില്ലർ ഡീലായിരിക്കും. മാർക്കറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന തരത്തിൽ ആ പോക്കോ F1 ഒക്കെ വന്ന പോലത്തെ ഒരു ഗംഭീര സംഭവം ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ ഈ 8s Gen 3 എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ വരുന്നു എന്നുള്ളത് വെയിറ്റ്, അൺബോക്സിംഗ് വീഡിയോ വരുന്നുണ്ട്, കണ്ടു നോക്കുക. സോ എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക. പോക്കോ F6 എൻ്റെ കയ്യിലുണ്ട്, ഇതിനെക്കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് അറിയണോ എല്ലാം കമന്റ് ചെയ്തോളൂ. ഇതിന്റെ അൺബോക്സിംഗ് ഡീറ്റെയിൽ വീഡിയോ വരുമ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താം. എന്തായാലും 8s Gen 3 കിടിലമായിട്ടുണ്ട്, യാതൊരു പ്രശ്നങ്ങളുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.